ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു ഹിഡൻ ഫീലിങ്സ്, അവർ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ ഒരു ഫീലിങ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ആയിക്കൊള്ളട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്, എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഹിഡൻ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന, അവർ നിങ്ങളുടെ അടുത്തേക്ക് പുറത്തു പറയാതെ അവരുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആവില്ല. അപ്പോൾ കൂടുതലായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവണം. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കണം. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം. അതുപോലെ അവരുടെ ഫേസ് എല്ലാം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കണം. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഓർത്തുകൊണ്ട് വേണം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവാൻ. കാരണം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ടാണോ ആഴത്തിൽ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ഈ ഒരു റീഡിംഗിലേക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ല. കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ഫിസിക്കലി മാത്രമല്ല, മെന്റലിയും കൂട്ടാം. അതായത് ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെ അല്ല. ചിലപ്പോൾ ചില കേസിൽ നിങ്ങളുടെ കൂടെ ആ പാർട്ട്ണർ ഉണ്ടാവുകയില്ല. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാം, മാറി നിൽക്കുന്ന എനർജിയാണ്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഒരു ഫീലിങ്സിലേക്ക് അവർ നിങ്ങളുടെ അടുത്തേക്ക് പറയാതെ ആ ഒരു ഹൈഡ് ചെയ്തിട്ട് ഹിഡൻ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഓഫ് സോഴ്സ് ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോയി നിൽക്കുന്ന ഒരു എനർജി. അതായത് നിങ്ങളുടെ കൂടെയല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ അല്ല നിൽക്കുന്നത്. മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലാണ് ഇരിക്കുന്നത് എന്ന് പറയാം. ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ ഒരു പേഴ്സൺ അങ്ങോട്ടേക്ക് നോക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നു എന്ന എനർജിയാണ്. ഈ ഒരു രീതിയിൽ നിന്ന നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോക്കില്, ഈ ഒരു തിരിഞ്ഞ പോക്കില് അവിടെ നിന്നും പകുതി വെച്ചിട്ട് ഇവർ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. അതായത് നിങ്ങളിലേക്ക് നോക്കുന്നു. ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുന്ന അതേ ദിക്കിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിഞ്ഞൊരു നോട്ടം, അതായത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിലാണ് അവര്. ആ ഒരു തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഓർമ്മകള്, നിങ്ങളുടെ ആ ഒരു സ്നേഹം, കാര്യങ്ങൾ ഇതെല്ലാം അവർക്ക് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി ആയിരിക്കണം ഈ ഒരു പേഴ്സണെ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇവർ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാതി വഴി വെച്ചിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പോയ വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ വലിയ വഴക്കുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറി ഇറങ്ങി പോയ ഒരു വ്യക്തി. അതിപ്പോ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ഈഗോ ക്ലാഷസ് വന്നിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരു പാതി വഴിയിൽ വെച്ചിട്ട് ഇവർക്ക് ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തീവ്രതയൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു യാത്രയ്ക്ക് സഡൻ ആയിട്ട് ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇമോഷണലി ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു കണക്ഷൻ തോന്നുന്നു. ഇവർ ഇതൊന്നും ഒരുപക്ഷെ നിങ്ങളോട് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. കാരണം ഈഗോയിസം, ഈ ഒരു പേഴ്സൺ കുറച്ചധികം ഈഗോയിസം ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്.
ഒരു സ്വാർത്ഥതാ മനോഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു രീതിയിലും തലകുനിച്ച് കാണിക്കാത്ത ഒരു പ്രകൃതം തന്നെയാണ് ഇവർക്ക്. നിങ്ങളുടെ മുന്നിലാണെങ്കിൽ പോലും ഒരു ലിമിറ്റ് വിട്ടിട്ട് ഇവര് താഴ്ന്നു നിൽക്കുന്ന ഒരു വ്യക്തികളല്ല. എല്ലാ രീതിക്കും ഇവരാണ് ഉയർന്നത് എന്ന് കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷെ മനസ്സുകൊണ്ടിട്ട് പുറമെ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും മനസ്സുകൊണ്ടിട്ട് ഒരു തണുത്ത വ്യക്തികൾ. ആ തണുത്ത വ്യക്തികൾ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഭയങ്കരമായിട്ടൊരു ചാടി എന്താ പറയാ എപ്പോഴും ദേഷ്യപ്പെട്ട ആ ഒരു ദേഷ്യം കൊണ്ട് നടക്കുക, വാശി കൊണ്ട് നടക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തികളല്ല. ഈഗോയിസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒറ്റച്ചാട്ടത്തിന് എല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തണുത്തു പോകുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഇവര്. മനസ്സുകൊണ്ട് ഇവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ എടുത്തുചാട്ടമാണ് ഇവരുടെ മെയിൻ ഒരു പ്രശ്നമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒറ്റച്ചാട്ടത്തിന് കിണറ്റിലേക്ക് ചാടിയിട്ട് പിന്നീട് കേറാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു രീതിയിലേക്ക് പോകുന്ന വ്യക്തികളാണ്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കിണറ്റിലേക്ക് ഇവര് ചാടിയെങ്കിൽ പോലും ആ പകുതി വെച്ചിട്ട് ഇവര് കേറി പോരാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടത്തുന്നുണ്ട്. കാരണം two of cups ആണ് വന്നിരിക്കുന്നത്. ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്, ആ ഒരു സ്നേഹ കൈമാറ്റം ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു ദേഷ്യത്തിന് പ്രവൃത്തികളെല്ലാം ചെയ്തെങ്കിൽ പോലും ഇപ്പൊ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തില് ആ ഒരു സ്നേഹം കൈമാറിക്കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ എങ്ങനെയാണോ നിങ്ങൾ മുന്നേ കാലത്തിൽ ജീവിച്ചിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു നൊസ്റ്റാൾജിയ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സ്, നിങ്ങളുടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങള്, നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം, ആ ഒരു തീവ്രത, നിങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ട് ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഈ person നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിൽ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും main ആയിട്ട് വന്നിരിക്കുന്നത് ഇവരുടെ ഒരു egoism തന്നെയാണ്. കാരണം പെട്ടെന്ന് താഴ്ന്നു തരുന്നില്ല. കാര്യം സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും എടുത്ത് എന്താ പറയാ ഒരുപാട് വെറുപ്പ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ട് നടക്കുന്ന വ്യക്തികളല്ലെങ്കിലും താഴ്ന്നു തരിക എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ എന്ത് രീതിയിലാണെങ്കിലും പേജ് ഓഫ് wands ആണ്. എന്ത് എനർജി എടുത്തിട്ടാണെങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തം ഇമോഷൻസിനെ ഒക്കെ നിയന്ത്രിച്ച് പിടിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. കണ്ണടച്ച് തന്നെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കണ്ണടച്ചു എന്ന് പറയുമ്പോഴേക്കും കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഒരു സ്വാർത്ഥത അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ താഴ്ന്നു തരുന്ന ഒരു കാര്യത്തിൽ. അതുകൊണ്ട് കണ്ണടച്ചിട്ടാണെങ്കിലും ചെയ്യുക. കാരണം സ്നേഹത്തിനെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹമില്ല. കാരണം അത്രത്തോളം ഈ ഒരു person നിങ്ങളോട് സ്നേഹം തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു energy ഉള്ള വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു person എന്ത് രീതിയിൽ നിങ്ങളുടെ അടുത്താണെങ്കിലും personally ഇവർക്ക് മനസ്സുകൊണ്ട് അത്രത്തോളം നിങ്ങളോട് വളരെ അധികം ഒരു സ്നേഹമുള്ള വ്യക്തികളെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവരായിട്ട് ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ വളരെയധികം ഒരു വേദനയുള്ളതായിട്ട് തന്നെ കാണുന്നത്. ആ ഒരു വേദന ഇവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവര് ഒരു തിരിച്ചുവരവിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നതും. ഇതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് അറിയിക്കാനായിട്ട് ഇവര് ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് അറിയിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ person നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹത്തിനെ പ്രകടിതമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് തെറ്റുകൾ ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ അവർക്ക് ഒരുപാട് regret ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവരുടെ തെറ്റുകളെല്ലാം സ്വയം തന്നെ അവരായിട്ട് തന്നെ തിരുത്താനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു energy യാണ് കാണിച്ചിരിക്കുന്നത്. സ്വന്തം തെറ്റുകൾ കൊണ്ടിട്ട് തന്നെയാണല്ലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു എടുത്തുചാട്ടം കൊണ്ടിട്ടാണല്ലോ ഇങ്ങനെ ഈ ഒരു relationship ൽ ഇത്രത്തോളം ഒരു breakup കാര്യങ്ങളൊക്കെ വരാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഓർക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് regret feel ഉണ്ട്. ആ ഒരു regret feel വരുമ്പോഴേക്കും ഇവർ ആലോചിക്കുന്നത് അവരുടെ ആ ഒരു തെറ്റ് കൊണ്ടിട്ടാണ് നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഒരു കാരണമായത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നൊരു energy യിലേക്ക് വരെ എത്താനുള്ള ഒരു കാരണവും. പക്ഷെ ആ ഒരു നഷ്ടം ഒരു രീതിയിലും ഇവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഒരു absence എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇവർ ഭയങ്കരമായിട്ട് deep ആയിട്ട് നിങ്ങളെ പ്രേമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ love ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് ഒരു ബന്ധത്തിന്റെ ഒരു foundation അല്ലെങ്കിൽ ഒരു family life തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു time pass ന് വേണ്ടിയിട്ട് നിങ്ങളുടെ life ലേക്ക് എത്തിയ ഒരു വ്യക്തികളുടെ energy അല്ല നമുക്കിവിടെ കാണിക്കുന്നത്. ഇവർ നിങ്ങളുടെ relationship ൽ ഒരു commitment തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അവരിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു time ലാണെങ്കിലും അവരുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു memories ഇവരെ ഇങ്ങനെ repeat ചെയ്ത് ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല. കാരണം ഇവരുടെ വായിൽ നിന്ന് പല വാക്കുകൾ നിങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ടായിരിക്കാം. ഇവരുടെ ഒരു പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരു shock ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് hurt ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. ഇത് ഇവർക്ക് അറിയുകയും ചെയ്യായിരിക്കാം. എന്നാലും ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് വന്ന സമയത്ത് ഈ ഒരു person നിങ്ങളുടെ ആ ഒരു feelings കാര്യങ്ങൾ ഒന്നും നോക്കാതെ വെട്ടി തുറന്ന് പറഞ്ഞ കുറേ അധികം വാക്കുകൾ പ്രവൃത്തികൾ എല്ലാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു time ൽ ഇവർക്ക് അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് regret feel ഉണ്ട്.
ഇവർ പറഞ്ഞു പോയ വാക്കുകളും ചെയ്തു പോയ പ്രവൃത്തികളും ഒക്കെ കുറെ അധികം കൂടിപ്പോയി എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആ ഒരു പോയ വഴിയിൽ നിന്ന് പകുതി വെച്ചിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് അവർ ഓരോ നിമിഷവും ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് അത് കാണിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് പ്രതീക്ഷയിലും ആഗ്രഹത്തിലുമാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് പറയാനുള്ള ഇവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് ഇവരിപ്പോ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. നിങ്ങളായിട്ട് തന്നെ ഒന്ന് ഇവരിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളെ ബ്ലോക്കും ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവർക്ക് ബ്ലോക്ക് മാറ്റണമെന്നും ആഗ്രഹമുണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നും ആഗ്രഹമുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം വേണമെന്ന് 6 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ബ്ലോക്ക് മാറ്റാനും ഇവരെ കൊണ്ട് പറ്റുന്നില്ല, ആ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല, നിങ്ങളെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനും ഇവർക്കൊരു മടി. ആ ഒരു എനർജിയിൽ അവർ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഹോപ്പിൽ ഇവർ നിന്ന് പ്രേ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഇവരൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഒരു തുമ്പ്, ഒരു 1% നിങ്ങളങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കും. കാരണം ഇവർക്ക് നിങ്ങളായിട്ട് തന്നെ ഇവരിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് അവർ ഇട്ടിരിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് റിവീൽ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് പല സത്യങ്ങൾ, സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത ഒരുപാട് ഹിഡൻ ഫീലിങ്സ്, ഹിഡൻ ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ഇവരുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഓപ്പൺ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഇനി അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് തുറന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അത് ഈ ഒരു ബന്ധത്തിനെ പോസിറ്റീവ് ആയിട്ടാണോ ബാധിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണോ ബാധിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനും നിങ്ങളുടെ പേഴ്സണലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് നമുക്കിവിടെ സീക്രട്ടാ വന്നിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് സീക്രട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലുള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത നിങ്ങൾക്കിടയിൽ വഴക്ക് വരാനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയണമെന്ന് തന്നെയാണ് ഇവരിപ്പോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവരോട് ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കും. തുറന്നു പറയുക എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുള്ളത്. ആ ഒരു സമയത്ത് ഇവരുടെ ഒരു ഈഗോയിസം അതിന് അനുവദിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്ന് മാറിപ്പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ, കാരണം റീയൂണിയൻ ആണ് വന്നിരിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീയൂണിയൻ സംഭവിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആഗ്രഹം ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് conversation ആണ് വന്നിരിക്കുന്നത്, തുറന്നു പറയാനായിട്ട് തയ്യാറാകുന്നത്. അവർക്ക് ഭയം വളരെ നല്ല രീതിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഇത് broken ഉണ്ടാക്കുമോ, അതായത് ഒരു breakup ലേക്ക് പോകുമോ, അതോ ഇതിന് നല്ല രീതിക്ക് തന്നെ വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് ടെൻഷന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പെയിൻ ഇവർക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല. കാരണം ഈ ഒറ്റയ്ക്കുള്ള പെയിൻ അവർക്ക് ഇനി ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തൊരു വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കും എന്നുള്ളത് പോലെ തന്നെ ഈ ഒരു person ഒരു വേദനാജനകമായ past ഉള്ള വ്യക്തികളായിരിക്കാം. okay. അപ്പൊ ആ ഒരു ഒരുപാട് past ൽ ഒരുപാട് വേദനകളൊക്കെ ഇവർ സഹിച്ച് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇനിയും ഈ ഒരു പെയിൻ താങ്ങി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ആ ഒരു പെയിൻ ഇവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലേക്കൊക്കെ പോയിരിക്കുന്നത്. പക്ഷെ ഫീലിങ്സ് ഒക്കെ ഇവരുടെ ഉള്ളിലാണ് നടക്കുന്നത്, ഹിഡൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്നും പുറത്തേക്ക് ആരുടെ അടുത്തേക്ക് ഇവർ അറിയിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്കൊന്നും ഇവർ യാതൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ person നിങ്ങളോട് വളരെയധികം പ്രണയം, സ്നേഹം ഒക്കെ തോന്നുന്നുണ്ട്. ലവേഴ്സ് എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് വളരെയധികം പ്രണയം തോന്നുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഏറ്റവും സക്സസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ആ ഒരു ന്യൂ ജേർണി. ഇത് ടവർ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ ലൈഫിൽ ഇവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ദൈവികമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് വന്നിരിക്കുന്നത്. ദൈവികമായിട്ടുള്ള തിരിച്ചടി എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഇവരുടെ മനസ്സിന് തന്നെ പെട്ടെന്ന് തോന്നുന്ന ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം, okay, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ആ ഒരു വേദനയുടെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു കണ്ണുനീര് പെട്ടെന്ന് തന്നെ ഇവരുടെ മനസ്സിനെ തളപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നിലച്ചു പോയ ബന്ധമാണെങ്കിൽ പോലും അവിടെ നിന്നും ഒരു പുനർജന്മം ഈ ഒരു ബന്ധത്തിൽ വന്നേ പറ്റുകയുള്ളൂ.
കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ കൂടെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കണം. നിങ്ങളെ നന്നായിട്ട് ആഴത്തിൽ അറിയുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുവരവ്. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഇമോഷൻസിനെ അല്ലെങ്കിൽ ഇവരുടെ ഫീലിങ്സിനെ എല്ലാം തന്നെ വളരെയധികം സീക്രട്ടീവ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാട് സ്ട്രെസ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയ ഒരു കാര്യത്തിലൊക്കെ ഇവർക്ക് വളരെ വേദനയുള്ളതായിട്ട് കാണുന്നുണ്ട്. എത്രത്തോളം ഈഗോ ഇവരുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ ആ ഒരു ഫീലിങ്സ് എല്ലാം നിങ്ങളോട് പറയാൻ തയ്യാറാണ്. പക്ഷെ ആ ഒരു തുറന്ന സംസാരം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെ ഇവർക്ക് ഒരു എനർജി ഒരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ആവുക എന്നുള്ളത് അറിയില്ല. ഇത് നിങ്ങൾക്ക് കണക്ട് ആയിട്ട് വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണെ ഒന്ന് കോൺടാക്ട് ചെയ്യാനൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ മാത്രം ട്ടോ. നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം വേണം തീരുമാനം എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ് അതൊരു തുടക്കമാണ്. അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തുടക്കം തന്നെയായിട്ടാണ് കാണുന്നത്. ആ ഒരു സ്പേസിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അവരുടെ പാസ്റ്റിൽ കൂടുതലായിട്ട് അവരുടെ പാസ്റ്റിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന വ്യക്തികളാണ്. സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹമൊന്നും ഇവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ ഇവർക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് പല രീതിക്കും സ്നേഹമോ കാര്യങ്ങളോ കെയറിങ്ങോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അവിടെ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് വന്ന ആ ഒരു യാത്രയിൽ തന്നെയായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവർക്ക് കൊടുത്ത ആ ഒരു കെയറിങ്ങും സ്നേഹവും എല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഷ്യസ് ആണ് ഇവർക്ക്. എന്നിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നൊരു ചിന്തയാണ് ഇപ്പൊ ഇവരെ ഏറ്റവും കൂടുതലായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവരെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുക മാത്രമല്ല ആഴത്തിൽ ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തണം. സോറി, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. കാരണം ചെയ്തു പോയ കാര്യങ്ങളിലൊക്കെ വളരെ വേദനയുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു ക്ഷമാപണം നടത്തിയിട്ട് ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ള സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ ഈ ഒരു സമയത്ത് അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് ആ ഒരു റണ്ണർ നിങ്ങളിലേക്ക് ചേസറായി മാറിയിരിക്കുന്നത്. ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ, നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യങ്ങളിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നിവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള മെമ്മറീസ് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ആ ഒരു നിമിഷങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് wrong ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ ഒരു മദ്യപാന ശീലമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാതെ സ്മോക്കിംഗ് ശീലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ ഇവർക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിലൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു ഈഗോ ക്ലാഷസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഹാബിറ്റ്സ് പോലും ഇവരോട് ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് നിൽക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോഴേക്കും എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയുക എന്നുള്ളതല്ല. ഒരു പരിധി വരെ ഈ ഒരു ബന്ധത്തിന് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടെ agree ചെയ്യണം. കാരണം അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല അവർ അവരുടെ destiny ആയിട്ട് കാണുന്നത് നിങ്ങളെയാണ്. ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് വന്ന വ്യക്തികളായിട്ട് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങളെ പോലൊരു person ഇവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു രീതിയിൽ നഷ്ടപ്പെടുത്താനായിട്ട് ഇവർക്ക് സാധ്യമല്ല. നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനും ആ ഒരു റെസ്പോൺസിബിലിറ്റി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഇവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ വേണം ഈ ഒരു ബന്ധത്തിനെ ഒരു സോൾ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു സോൾ ടൈ ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏത് രീതിയിലൊക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് escape ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊന്നും ഇവർക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ളത് ആഴത്തിൽ ഇവർ ചിന്തിക്കുമ്പോൾ നിങ്ങളുമായിട്ട് എന്തൊക്കെയോ ഒരു രീതിയിൽ ഒരു connection ഉണ്ടോ എന്നുള്ളത് പോലും ഇവർക്ക് പലപ്പോഴും തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു feelings എല്ലാം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ മറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ ഒരുപാട് എന്താ പറയാ dream ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് chase ചെയ്യുന്നുണ്ട്.
ഈ ഒരു സമയത്ത് അവരുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആണ്. കൺഫ്യൂഷൻ സ്റ്റേജിലാണ് പൂർണ്ണമായിട്ട് അവർ നിൽക്കുന്നത്. കാരണം കയ്യിൽ നിന്ന് പറ്റിപ്പോയ ഒരു അബദ്ധം. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ലൈഫിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇവരുടെ ഒരു എടുത്തുചാട്ടം ക്യാരക്ടർ ഒക്കെ കൊണ്ട് തന്നെ. എന്നിട്ട് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇനി ഇവരത് ഫില്ല് ചെയ്യണം. ആ ഒരു ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഫീലിങ്സ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ ഇവരിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ തന്നെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരു ഫീലിങ്സ് എല്ലാം ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു ബന്ധം വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഇവരുടെ ഈ ഒരു സീക്രട്ട് മൈൻഡ് തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിലെ വിള്ളലുകൾ ഇത്രത്തോളം വീഴ്ത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇവർ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഓപ്പൺ ആയിട്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ ചോദിച്ചപ്പോഴെങ്കിലും പറയാൻ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കാൻ തയ്യാറാകുമായിരുന്നു എന്നുള്ള കാര്യം ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊരു ഭയമാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോകുമോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ആയിട്ട് പോകുമോ ആ ഒരു കൺഫ്യൂഷൻ ആണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഈഗോയിസും കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഈഗോയിനെ മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു തുറന്ന സംസാരം ഈ ഒരു ബന്ധത്തിൽ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈഗോയിസം കാരണം നിങ്ങളായിട്ട് ഒന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ്. പക്ഷേ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് ഇതിനകത്ത് എടുത്തില്ല എങ്കിൽ പോലും നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ ഇവർ ഒരു ലിമിറ്റ് വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ആ ഒരു ടൈം അവരുടേതായ ഒരു ടൈമിൽ വരെ അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ടൈം വരെ ഇവർ നിന്നതിന് ശേഷം അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഇപ്പോൾ ഇവർ ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ്. വളരെയധികം പ്രണയം കാര്യങ്ങളൊക്കെ നിങ്ങളോട് തോന്നുകയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ ആ ഒരു ലൈഫിൽ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ ഒരിക്കലും അവർക്ക് മറ്റൊരു ആളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള നിങ്ങൾ എന്താ പറയാ നിങ്ങൾ വലിയൊരു സംഭവമാണെന്നുള്ളതല്ല ഞാനിവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി പ്രസൻസ് എല്ലാം ഇവർക്ക് precious ആണ്. Okay. ആ ഒരു രീതിയിലാണ് ഇവർ നിങ്ങളെ കാണുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ആഗ്രഹിച്ചു നിൽക്കുന്നതും. ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഈ ഒരു ബന്ധം വിട്ടു പോകരുത്. നിങ്ങളുടെ ബന്ധം ഏതുമായിക്കൊള്ളട്ടെ. റിലേഷൻഷിപ്പ് പല രീതിയിലുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ലവേഴ്സ് ആയിരിക്കാം, എക്സ്ട്രാ marital ആയിരിക്കാം, എന്താ പറയാ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിനെ ഫ്യൂച്ചറിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമല്ല അവർ ഈ ഒരു ബന്ധത്തിനെ ആഗ്രഹിക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ അങ്ങോട്ട് ലോങ് ടേമിലേക്ക് തന്നെ ഈ ഒരു ബന്ധം എല്ലാ രീതിക്കും ഒരു സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ വേണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഫീലിങ്സ് ഒക്കെയാണ് ഇവരിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തുമ്പോൾ തുറന്നു പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ആവുക എന്നുള്ളത്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ അതിൽ ഓൾ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് വീഡിയോ ഇടുന്നത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ഈ ഒരു ക്ലൂസിന്റെ ആവശ്യം ആക്ച്വലി ഇവിടെ ഇല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ചിലവർ പറയാറുണ്ട് ക്ലൂസ് എന്തായാലും ഒന്ന് ഇടണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ക്ലൂസ് ഇടുന്നത് കേട്ടോ. നമുക്ക് ആദ്യമേ തന്നെ UAE ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. അവിട്ടം വന്നിട്ടുണ്ട് ഒരു സ്റ്റാർ. സ്കോർപിയോസ് വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ ആണ്. 1988 എന്നൊരു ഇയർ വന്നിട്ടുണ്ട്. 36 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 42
7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് മുതൽ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിറാക്കിൾ, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു മിറാക്കിൾ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 31 വിത്തിൻ 6 months, ചിലവരുടെ കേസിൽ 6 months കാണിക്കുന്നുണ്ട്. H എന്നൊരു ലെറ്റർ. അക്വേറിയസ് വന്നിട്ടുണ്ട്. 1993 ജൂലൈ മന്ത്. മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. B എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിറ്റീവ് ആയിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.